നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സ്കൂളുകളിൽ കുട്ടികൾ മൊബൈൽ കൊണ്ടുവരുന്നത് കർശനമായി വിലക്കി UAE വിദ്യാഭ്യാസ മന്ത്രാലയം. മൊബൈൽ പരിശോധിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ചു. മലയോര ജനതയുടെ 65 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. ഭൂപതിവ് ചട്ടത്തിന് അംഗീകാരം. പട്ടയഭൂമി വകമാറ്റിയുള്ള ഉപയോഗം ക്രമപ്പെടുത്തും. 108 ആംബുലൻസ് പദ്ധതിയിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. 250 കോടിയുടെ കമ്മീഷൻ തട്ടിപ്പ്. രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം. MR അജിത് കുമാറിനും ആശ്വാസം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കോടതി ഉത്തരവിന് സ്റ്റേ. സ്ത്രീകളെ ശല്യം ചെയ്തതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു ക്രൈംബ്രാഞ്ച്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ശനിയാഴ്ച ഹാജരാകാൻ നോട്ടീസ്. BJP വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി. കുടുംബ പ്രശ്നമെന്നും കോടതിയും പാർട്ടിയും തള്ളിയ പരാതിയെന്നും കൃഷ്ണകുമാർ. ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തി അമേരിക്കയുടെ 50% അധിക തീരുവയെ നേരിടാൻ ഇന്ത്യ. 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കും. വിദ്യാലയങ്ങളിൽ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് കർശനമായി വിലക്കി UAE വിദ്യാഭ്യാസ മന്ത്രാലയം. ഇതിനായി വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് കണ്ടെത്താനുള്ള പരിശോധനയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച 2018 UAE മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് വിദ്യാലയങ്ങളിൽ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് വിലക്കുള്ളത്. ഇതുപ്രകാരം കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് കണ്ടെത്താനായി വിദ്യാലയങ്ങളിൽ പരിശോധന കർശനമാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടത്തേണ്ടത്. പരിശോധനയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ദേഹത്ത് സ്പർശിക്കാൻ പാടില്ലെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ബാഗുകൾ മാത്രമേ പരിശോധിക്കാൻ പാടുള്ളൂ. മൊബൈൽ ഫോൺ കൈവശമുണ്ടെങ്കിൽ അവ പരിശോധകർക്ക് മുന്നിൽ സ്വമേധയാ നൽകാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ 1 മാസത്തേക്ക് കണ്ടുകെട്ടും. കുറ്റം ആവർത്തിച്ചാൽ അധ്യയന വർഷം അവസാനം വരെ മൊബൈൽ ഫോൺ തടഞ്ഞുവെക്കും. ഫോൺ കണ്ടെത്തിയാൽ രക്ഷിതാക്കളെ സമയബന്ധിതമായി വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ നടപടികളെക്കുറിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല സ്കൂൾ മാനേജ്മെന്റിനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സുരക്ഷിതവും അച്ചടക്കമുള്ളതുമായ സ്കൂൾ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നിവയാണ് നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഭൂമിയുടെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിച്ചു. പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകും. മലയോര മേഖലയിലെ ഭൂമി പ്രശ്നങ്ങളിൽ നിർണായക തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2021 LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം പാലിച്ചുവെന്നാണ് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. 6.5 പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് 2023 സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസാക്കി. 2024 ഏപ്രിൽ 27 ഗവർണർ ബിൽ അംഗീകരിച്ചു. ജൂൺ 9 സർക്കാർ ഭൂപതിവ് നിയമം വിജ്ഞാപനം ചെയ്തു. 2024 ജൂൺ 7 വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായിക്കും. മലയോര മേഖലയിലെ ഭൂമി പ്രശ്നങ്ങളിൽ നിർണായകമായ തീരുമാനമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ച് നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും. വീടുകൾ ക്രമീകരിക്കും. നിശ്ചിത സമയപരിധി പാലിക്കാതെ ഭൂമി വിറ്റത് നിശ്ചിത ഫീസ് വാങ്ങിയാകും ക്രമീകരിക്കുക. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ക്രമീകരണത്തിന് ശേഷം അനുവദിക്കില്ല. പട്ടയഭൂമിയിൽ പ്രവർത്തിക്കുന്ന പൊതു സർക്കാർ വാണിജ്യ കെട്ടിടങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് ഫീസ് ഉണ്ടാകില്ല. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ കെട്ടിടങ്ങളുടെ വലിപ്പം കൂടി കണക്കാക്കിയാകും ഫീസ് ഈടാക്കുക. പട്ടയഭൂമിയിലെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടം
അൺഎയ്ഡഡ് സ്കൂളുകൾ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടം എന്നിവയ്ക്ക് ന്യായവിലയുടെ 1% ഫീസ് ഈടാക്കും. 3000 മുതൽ 5000 വരെ ചതുരശ്ര അടിയുള്ള വാണിജ്യ വ്യാവസായിക കെട്ടിടങ്ങൾക്ക് ന്യായവിലയുടെ 5%, പെർമിറ്റും ലൈസൻസുമുള്ള കോറികൾക്കും പ്രവർത്തനാനുമതി കിട്ടിയ കോറികൾക്കും ന്യായവിലയുടെ 50% ഈടാക്കി ക്രമീകരിക്കും. 10000 മുതൽ 25000 ചതുരശ്ര അടിയുള്ള കെട്ടിടങ്ങൾ 20% ഫീസ്, 25000 മുതൽ 50000 ചതുരശ്ര അടി ന്യായവിലയുടെ 40% ഫീസായും ഈടാക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്വാഭാവിക നിയമ നടപടി പോലീസ് സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. തുടർച്ചയായി സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതായുള്ള വകുപ്പ് ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. DGPയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇക്കാര്യത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളും ഇതോടൊപ്പം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ തുടർന്നാണ് DGP ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയത്. സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രാഹുലിനെതിരെ ഉണ്ടായെങ്കിലും സ്ത്രീകൾ നേരിട്ട് ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിർബന്ധിത ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എവിടെ വെച്ചാണ് സംഭവമെന്നോ പരാതിയിൽ പരാമർശമില്ല. സംഭവത്തിൽ യുവതിയെ കണ്ടെത്തി മൊഴിയെടുക്കാനും രാഹുലിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്ത് കേസെടുക്കാനുമുള്ള സാധ്യത പരിശോധിക്കാനാണ് പോലീസിന്റെ ശ്രമം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ ചോദ്യം ചെയ്യും. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. ആരോപണ പരമ്പരകളിൽപ്പെട്ട് പദവിയും പാർട്ടിയും നഷ്ടമായിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത കുരുക്കുമുറുകുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിലെ 3ാം പ്രതിയായ അഭിനന്ദ് വിക്രമിന്റെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് വന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് കേസ്. ശനിയാഴ്ച തിരുവനന്തപുരത്തെ ഓഫീസിലെത്താനാണ് രാഹുലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ തുടക്കത്തിൽ അന്ന് അന്വേഷിച്ചിരുന്ന മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു. കാര്യമായ തെളിവൊന്നും ലഭിക്കാത്തതിനാൽ പ്രതി ചേർത്തിരുന്നില്ല. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ ഫെനി നൈനാൻ, ബിനിൽ ബിനു, അഭിനന്ദ് വിക്രം, വികാസ് കൃഷ്ണ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കമ്പ്യൂട്ടർ സെന്ററിലെ ജീവനക്കാരനായ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. CR കാർഡ് എന്ന ആപ്പ് വഴിയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. വിവിധ ജില്ലകളിൽ അന്വേഷിക്കേണ്ട കേസായതിനാൽ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് വീണ്ടും രാഹുലിലേക്ക് നീങ്ങുന്നത്. കേസിൽ രാഹുലിന്റെ ഐഫോൺ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പലതവണ ആവശ്യപ്പെട്ടിട്ടും പാസ്വേഡ് നൽകിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷാഫി പറമ്പിൽ MP-ക്കെതിരെയുള്ള DYFI പ്രതിഷേധത്തെ തള്ളി സംസ്ഥാന നേതൃത്വം. ഷാഫിയെ വഴിയിൽ തടയില്ലെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ്. ഷാഫിയെ വഴിയിൽ തടഞ്ഞാൽ പ്രതിരോധിക്കുമെന്ന് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഷാഫി പറമ്പിൽ MP-ക്കെതിരെയുള്ള വടകരയിലെ DYFI പ്രതിഷേധമെന്ന പ്രതികരണവുമായി സംസ്ഥാന പ്രസിഡന്റ് വസീഫ് രംഗത്ത് വന്നു. വടകരയിൽ ഷാഫിക്കെതിരെയുള്ള പ്രതിഷേധത്തെ DYFI സംസ്ഥാന നേതൃത്വം തള്ളി. ഷാഫിയെ വഴിയിൽ തടയാൻ സംഘടന ഉദ്ദേശിക്കുന്നില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണങ്ങളും പ്രതിഷേധവും തുടരുമെന്നും വസീഫ് വ്യക്തമാക്കി. ഞങ്ങൾ എവിടെയും ഈ പറയുന്ന MP-യെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ DYFI അറിയാത്തവരാണോ നിങ്ങൾ? ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ആ ഒരു സമരത്തെ ഞങ്ങൾ കൊണ്ടുപോവുക? DYFI എത്രയെത്ര മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ അനുഭവമുള്ള സംഘടനയാണ്.
ഷാഫി പറമ്പിൽ എംപിയെ വഴിയിൽ തടയുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായിസം അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഷാഫിയെ തടഞ്ഞാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുന്നറിയിപ്പ് നൽകി. ഒരു സംഭവം നടക്കുമ്പോൾ CPM തന്നെ ഇവിടെ പോലീസിന് പകരം നിയമ സംവിധാനത്തിന് പകരം CPM തന്നെ കേസെടുക്കുക, അവർ തന്നെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുക, അവർ തന്നെ ശിക്ഷ വിധിക്കുക. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതേതായാലും ഇന്നത്തെ കോഴിക്കോട്ട് നടക്കില്ല. CPM DYFI പ്രതിഷേധങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് UDF തീരുമാനം. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് UDF നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. BJPയിലും പീഡന പരാതി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി. കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പാലക്കാട് സ്വദേശിനിയുടെ പരാതി. അതേസമയം സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവുമാണ് പരാതിക്ക് പിന്നിലെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശി പരാതി നൽകിയത്. C കൃഷ്ണകുമാറിനെതിരെ പരാതി ലഭിച്ച വിവരം രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. പരിശോധിക്കാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരാതിക്കാരിക്ക് നൽകിയ മറുപടി. BJP ഭാരവാഹിത്വത്തിൽ തുടരാൻ കൃഷ്ണകുമാറിന് യാതൊരു അർഹതയുമില്ലെന്ന് പരാതിയിൽ പറയുന്നു. ഏറെ നാളായി മനസ്സിൽ പേർന്ന ദുഃഖം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കത്ത് എഴുതുന്നതെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവതി ചൂണ്ടിക്കാട്ടുന്നു. പിതാവിന്റെ ചികിത്സാർത്ഥം രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലാണെന്നും തിരിച്ചെത്തിക്കഴിഞ്ഞ് തുടർ നടപടി സ്വീകരിക്കും എന്നുമാണ് ഓഫീസ് അന്ന് മറുപടി നൽകിയിരുന്നത്. BJPയിലെ മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടുവെന്നും പരാതിക്കാരി പറയുന്നു. എളമക്കരയിൽ RSS കാര്യാലയത്തിൽ പോയി ഗോപാലൻകുട്ടി മാസ്റ്ററെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചു. V മുരളീധരൻ, MD രമേശ്, അന്നത്തെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി സുഭാഷ് എന്നിവരെയും കണ്ടിരുന്നു. കൃഷ്ണകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും നീതി ലഭിക്കുമെന്നും അവർ ഉറപ്പു നൽകി. എന്നാൽ തന്റെ പരാതി അവഗണിച്ച് ഒറ്റപ്പെടുത്തുന്ന ദൗർഭാഗ്യകരമായ നടപടിയാണ് ഉണ്ടായതെന്നും പരാതിക്കാരി വിശദീകരിക്കുന്നു. അതേസമയം തനിക്കെതിരായ ലൈംഗിക അതിക്രമ പരാതി വ്യാജമാണെന്നും മാനനഷ്ട കേസ് കൊടുക്കുമെന്നും C കൃഷ്ണകുമാർ പ്രതികരിച്ചു. 2014 ആദ്യം പരാതി ഉയർന്നത്. അന്ന് കോടതി തള്ളിയ ആരോപണമായിരുന്നു. ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതിയെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചു. ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. 108 ആംബുലൻസ് പദ്ധതിയിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. 250 കോടിയിലേറെ കമ്മീഷൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്കും മുൻ ആരോഗ്യമന്ത്രിക്കും പങ്കെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. 108 ആംബുലൻസ് പദ്ധതിയുടെ പേരിൽ ഒന്നാം പിണറായി സർക്കാർ തീവട്ടിക്കൊള്ള നടത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 250 കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 2019-24 കാലഘട്ടത്തിൽ മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെ 315 ആംബുലൻസുകൾക്ക് 5 വർഷത്തേക്ക് നടത്തിപ്പിനായി 517 കോടി രൂപയ്ക്കാണ് ടെൻഡർ നൽകിയത്. സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്കായിരുന്നു നൽകിയത്. എന്നാൽ അതേ കമ്പനിക്ക് 335 ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇപ്പോൾ ടെൻഡർ നൽകിയിരിക്കുന്നത് വെറും 293 കോടി രൂപയ്ക്ക് മാത്രം. 5 വർഷങ്ങൾക്ക് ശേഷം ചെലവ് ഇത്രയേറെ വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പാതി വിലയിൽ കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2019 പ്രത്യേക മന്ത്രിസഭാ അനുമതി അഴിമതിയാണ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തെളിവുകൾ നിരത്തിയാണ് ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും മറുപടി പറയണമെന്നും ഈ ഇടപാടിൽ ഇരുവർക്കും പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 43% തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ വൻതുക എന്തിനു മുടക്കിയെന്ന് ഇരുവരും പറയാൻ ബാധ്യസ്ഥരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. ഒരു പദ്ധതിയുടെ ആകെ നടത്തിപ്പിന്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും വിശദീകരണം നൽകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഉരുട്ടിക്കൊലക്കേസിൽ എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ഉദയകുമാറിനെ പോലീസുകാർ ഉരുട്ടിക്കൊലപ്പെടുത്തിയ കേസ് അന്വേഷണത്തിൽ CBI ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് കോടതി വിധി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ CBI പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഉൾപ്പെടെയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഒന്നാം പ്രതി K. ജിതകുമാറിന്റെ വധശിക്ഷ റദ്ദാക്കി. രണ്ടാം പ്രതി SV ശ്രീകുമാറിനും 2018 വധശിക്ഷ വിധിച്ചെങ്കിലും അർബുദബാധയെ തുടർന്ന് 2020 മരിച്ചു. കൊലക്കുറ്റം, ക്രൂരമർദ്ദനം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതിനെ തുടർന്ന് വധശിക്ഷ നൽകിയിരുന്നത്. ഉരുട്ടിക്കൊലയ്ക്ക് ശേഷം തെളിവ് നശിപ്പിക്കുകയും വ്യാജരേഖ ചമച്ച് ഉദയകുമാറിനെതിരെ കള്ളക്കേസുണ്ടാക്കുകയും ചെയ്തതിന് CBI പ്രത്യേക കോടതി 3 വർഷം തടവും പിഴയും വിധിച്ച മുൻ SP-മാരായ EK സാബു, TK ഹരിദാസ്, അന്ന് SI ആയിരുന്ന T. അജിത് കുമാർ എന്നിവരെയും ഹൈക്കോടതി വെറുതെ വിട്ടു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ആരോഗ്യ മേഖലയിൽ സഹകരണത്തിനായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രം അംഗീകരിച്ചത്. സൗദിയിലെ യാംബുവിൽ നടപ്പാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സംയോജിത ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ അമോണിയ പദ്ധതിക്ക് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ നൽകാൻ ചൈന പെട്രോളിയം ആൻഡ് കെമിക്കൽ കോർപ്പറേഷൻ അഥവാ സിനോപെക് കരാർ ഒപ്പുവെച്ചു. കാറ്റിലും സൗരോർജ്ജത്തിലും പ്രവർത്തിക്കുന്ന ഈ പദ്ധതി പ്രതിവർഷം 4 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജനും 28 ലക്ഷം ടൺ ഗ്രീൻ അമോണിയയും ഉൽപ്പാദിപ്പിക്കും. 2030 പദ്ധതി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സിനോപെക് അറിയിച്ചു. കുവൈറ്റിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 200-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായി റെസ്ക്യൂ പെട്രോൾസ് ജനറൽ ഡയറക്ടറേറ്റ്. ഇതിൽ 13 പേർ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും 125 പേർ ക്രിമിനൽ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളുമായി ഒളിവിൽ കഴിഞ്ഞിരുന്നവരും 62 പേർ താമസരേഖയുടെ കാലാവധി കഴിഞ്ഞവരുമാണ്. പോലീസ് പെട്രോളിംഗിന്റെ ഒരാഴ്ചത്തെ കണക്കനുസരിച്ച് 4431 ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി. കൂടാതെ 24 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. രാത്രി വൈകിയുള്ള സമയങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷ നിലനിർത്തുന്നതിനും പിടികിട്ടാപ്പുള്ളികളെയും നിയമലംഘകരെയും അറസ്റ്റ് ചെയ്യുന്നതിനും ഈ പരിശോധനകൾ തുടരുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദ്രവീകൃത പ്രകൃതിവാതകം വിതരണം ചെയ്യുന്നതിനായി എണ്ണ കമ്പനിയായ അഡ്നോക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി കരാറിൽ ഒപ്പുവെച്ചു. 15 വർഷത്തെ കരാറിന്റെ ഭാഗമായി 10 ലക്ഷം ടൺ പ്രകൃതിവാതകമാണ് പ്രതിവർഷം ഇന്ത്യക്ക് ലഭിക്കുക. അഡ്നോക്കിന്റെ റുവൈസ് LNG പദ്ധതിയിൽ നിന്നുമുള്ള പ്രകൃതിവാതകമാണ് ഇന്ത്യക്ക് ലഭിക്കുക. 2022 UAEയും ഇന്ത്യയും ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിജയം കൂടിയാണ് ഈ ദീർഘകാല കരാർ. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ കരാർ സുപ്രധാനമാണ്. കുവൈറ്റ് ശിക്ഷാ നിയമം പരിഷ്കരിക്കാൻ നീതിന്യായ മന്ത്രാലയം തയ്യാറെടുക്കുന്നു. ഇതിനായി നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈത്ത് പ്രത്യേക സമിതി രൂപീകരിച്ചു. നിലവിലെ ശിക്ഷാ നിയമത്തിൽ നിയമപരവും സാമൂഹികവുമായും പൊരുത്തപ്പെടുന്ന കാലാനുസൃതമായ മാറ്റം വരുത്തുവാൻ ലക്ഷ്യമാക്കിയാണ് ഈ പുതിയ നീക്കം. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനും ക്രിമിനൽ നിയമനിർമ്മാണം നവീകരിക്കുന്നതുമുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് നടപടിയെന്ന് നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈത്ത് വ്യക്തമാക്കി. നിയമവ്യവസ്ഥയോടും നിയമസ്ഥാപനങ്ങളോടും സമൂഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനം സഹായകമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. അപ്പീൽ കോടതി ജഡ്ജ് സൗദ് അൽ സനിയയാണ് സമിതിയുടെ അധ്യക്ഷൻ. സൗദിയിൽ ഇന്ത്യൻ യുവതി 3 മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. തെലങ്കാന ഹൈദരാബാദ് ടോളിച്ചടുക്കി സ്വദേശിനി സൈദ ഹുമൈറ അമ്രീനാണ് അൽക്കോബാറിലെ താമസ സ്ഥലത്ത് ബാത്ത് ടബിൽ വെള്ളം നിറച്ച് മക്കളെ ഓരോരുത്തരെയായി മുക്കി കൊലപ്പെടുത്തിയത്. ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു. 6 വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ സാദിഖ് അഹമ്മദ് മുഹമ്മദ്, ആദിൽ അഹമ്മദ് മുഹമ്മദ്, 3 വയസ്സുള്ള യൂസുഫ അഹമ്മദ് മുഹമ്മദ് എന്നീ കുട്ടികളെയാണ് കൊലപ്പെടുത്തിയത്. ആത്മഹത്യക്ക് ശ്രമിച്ച ഇവർ തെന്നി വീണതോടെ ബോധരഹിതയായി. ജോലി കഴിഞ്ഞെത്തിയ ഇവരുടെ ഭർത്താവ് മുഹമ്മദ് ഷാനവാസ് നിരന്തരമായി കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടാണ് അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൈദ ഹുമൈറ അമ്രീൻ നേരത്തെ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ നേടിയ ആളാണെന്ന് ഭർത്താവ് പറഞ്ഞു. കുവൈറ്റിലെ ശ്രീനാരായണീയ കൂട്ടായ്മയായ സാരഥി കുവൈറ്റ് വനിതാവേദി സ്തനാർബുദ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്, അത് കാത്തുസൂക്ഷിക്കുവാനുള്ള ആദ്യ പടിയായാണ് പ്രതിരോധം എന്ന സന്ദേശം മുൻനിർത്തിയായിരുന്നു പരിപാടി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റും കുവൈറ്റ് ക്യാൻസർ സെന്ററിലെ പ്രമുഖ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സുശോഭന സുജിത് നായർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ക്യാൻസർ സ്തനാർബുദമാണെന്നതിനാൽ തുടക്കത്തിൽ കണ്ടെത്തുന്ന സ്തനാർബുദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന രോഗമാണെന്ന് ഡോക്ടർ സുശോഭന പറഞ്ഞു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് സാരഥി പ്രസിഡന്റ് ജിതേഷ് MP ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി സെക്രട്ടറി പാർവതി അരുൺ പ്രസാദ്, ചെയർപേഴ്സൺ ബിജി അജിത് കുമാർ, സാരഥി ജനറൽ സെക്രട്ടറി വിനോദ് ചിപ്പാറ, വനിതാവേദി ട്രഷറർ ടിൻഡു വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
കുവൈറ്റിൽ നിന്നും ഇറാഖിലെ കർബലിയയിലേക്ക് തീർത്ഥാടനത്തിന് പോയ ബസ് അപകടത്തിൽപ്പെട്ട് 3 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാനിയും ഉൾപ്പെടെ 4 പേർ മരിച്ചു. കർബലിയയിലെ തീർത്ഥാടനം കഴിഞ്ഞു കുവൈറ്റിലേക്ക് മടങ്ങവെ പുലർച്ചെ 6 മണിയോടെയാണ് ട്രക്കുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഹൈദരാബാദ് സ്വദേശി സയ്യിദ് അക്ബർ അലി, ബംഗളൂരു സ്വദേശി മൂസ അലി, ഉത്തർപ്രദേശ് സ്വദേശി പർവേസ് അഹമ്മദ് എന്നിവരാണ് മരണമടഞ്ഞ ഇന്ത്യക്കാർ. പാകിസ്ഥാൻ സ്വദേശിയായ ഇഷാഖ് ഷിറാജിയും അപകടത്തിൽ കൊല്ലപ്പെട്ടു. മരണമടഞ്ഞവരെ ഷിയ പുണ്യകേന്ദ്രമായ നജാഫിൽ സംസ്കരിച്ചു. ഇന്ത്യക്കുമേൽ അമേരിക്ക ചുമത്തിയ 50% താരിഫ് പ്രാബല്യത്തിൽ. അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിലാണ് ട്രംപ് ഇന്ത്യക്കുമേൽ 25% അധിക തീരുവ കൂടി പ്രഖ്യാപിച്ചത്. താരിഫിനെ നേരിടാൻ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം. യുഎസിൽ ഉപഭോഗത്തിനായി ഇറക്കുമതി ചെയ്യുന്നതോ വെയർഹൌസിൽ നിന്ന് നീക്കം ചെയ്യുന്നതോ ആയ എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ബാധകമാണ്. ഈ മാസം ആദ്യം ഒപ്പുവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമാണ് അധിക തീരുവ പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയുടെ യുഎസിലേക്കുള്ള $48 ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള കയറ്റുമതിയെ ഇത് ബാധിക്കും. താരിഫുകൾ പ്രാബല്യത്തിൽ വന്നതോടെ 2025-26 ഇന്ത്യയുടെ യുഎസിലേക്കുള്ള ചരക്ക് കയറ്റുമതിയുടെ മൂല്യം മുൻവർഷത്തെ അപേക്ഷിച്ച് 40 മുതൽ 45% വരെ കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നു. 2024-25 ഏകദേശം $87 ബില്യൺ നിന്ന് ഈ വർഷം യുഎസിലേക്കുള്ള ഉൽപ്പന്ന കയറ്റുമതി $49.6 ബില്യൺ കുറയുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അധിക തീരുവ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മരുന്ന്, സ്മാർട്ട് ഫോൺ, സ്റ്റീൽ എന്നിവയെ ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി താരിഫ് വർധനവിന്റെ സാമ്പത്തിക ആഘാതം കുറയ്ക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. തുണിത്തരങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ 40 രാജ്യങ്ങളുമായി പ്രത്യേക സഹകരണത്തിനുള്ള പദ്ധതികൾ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്ത്യ ഇതിനോടകം 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതേസമയം തീരുവ ഭീഷണികൾക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ മറ്റൊരു ശാക്തിക ചേരി രൂപപ്പെടാനുള്ള സാധ്യത കൂടി ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ട്രംപിനെ നേരിടാൻ റഷ്യ, ഇന്ത്യ, ചൈന, അതായത് റിക് കൂട്ടായ്മ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനിരിക്കുന്നതുമെല്ലാം കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു ചർച്ച. ഇന്ത്യക്കുമേൽ അധിക നികുതി പ്രാബല്യത്തിലായതോടെ അമേരിക്കയുടെ വ്യാപാര പങ്കാളികളായ വിയറ്റ്നാം, ബംഗ്ലാദേശ്, ശ്രീലങ്ക, കംബോഡിയ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ DGP MR അജിത് കുമാറിന് ആശ്വാസമായി ഹൈക്കോടതി വിധി. കേസിലെ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അജിത് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേസിൽ ഓണാവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു. വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. ഓണക്കാലം എത്തിയാൽ അത്തപ്പൂക്കളത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത പൂവുകളിലൊന്നാണ് ചെണ്ടുമല്ലി. വർഷങ്ങളായി ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൈവരിക്കുന്ന ഒരു കർഷകനുണ്ട് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ. VP സുനിലിന്റെ 2 ഏക്കർ പൂന്തോട്ടത്തിൽ വൈവിധ്യങ്ങളായ ചെണ്ടുമല്ലികളാണ് ഓണത്തെ വരവേൽക്കാനായി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മഞ്ഞ, ഓറഞ്ച്, വെള്ള നിറങ്ങളിലായി 2 ഏക്കറിലായി വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം. ഇടയിൽ വർണ്ണവൈവിധ്യം തീർത്ത് വാടാമുല്ലയും. കഞ്ഞിക്കുഴി സ്വദേശി VP സുനിലിന്റെ പൂന്തോട്ടത്തിൽ ഓണത്തിനെ വരവേറ്റ് പൂവിട്ട് നിൽക്കുന്നത് 22,000 ചുവട് ചെണ്ടുമല്ലി ചെടികളാണ്. വിശാലമായി പരന്നു കിടക്കുന്ന തോട്ടത്തിലെ ഈ വൈവിധ്യവർണ്ണങ്ങൾ ആരുടെയും മനം നിറയ്ക്കും. പതിവ് തെറ്റിയെത്തിയ മഴ നേരിയ ആശങ്കയുണ്ടാക്കിയെങ്കിലും സുനിലിനൊപ്പം ഭാര്യ റോഷ്നി കൂടി ചേർന്നതോടെ കൃഷി വിജയമായി. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ പൂക്കൃഷി ചെയ്തു വരിക. കാരണം ഓണത്തിന് പ്രധാനമായിട്ടും പൂക്കൃഷിക്ക് വലിയ ശ്രദ്ധ കൊടുക്കും. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും ചെയ്യും. നമ്മളിത് ഫാം ടൂറിസം എന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്.
ഇത്തവണ 2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് നമ്മൾ 30,000-ഓളം വരുന്ന ചെണ്ടുമല്ലിയും വാടാമല്ലിയാണ് നട്ടിട്ടുള്ളത്. അത് വിവിധ കളറുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, വെള്ളയുണ്ട്, പിന്നെ പോലെ വാടാമല്ലിയുണ്ട്. ഇത്തവണ നമ്മളൊരു മനസ്സിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത്തം തൊട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് രാവിലെ 9 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. സുനിലിന്റെ പൂന്തോട്ടം കഞ്ഞിക്കുഴിക്കാർക്കൊരു പുതിയ കാഴ്ചയല്ലെങ്കിലും ഇത്തവണത്തെ കൃഷിക്ക് മാറ്റേറും. ഫാം ടൂറിസം ലക്ഷ്യമിടുന്ന സുനിലും കുടുംബവും അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിനുമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പൂന്തോട്ടത്തിലെത്തുന്നവർക്ക് പൂന്തോട്ടം കാണുവാനും ചിത്രങ്ങൾ പകർത്താനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണം വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഫാമിലുണ്ട്. നവമാധ്യമത്തിൽ ഫാർമർ സുനിൽ എന്ന പേജിലൂടെയും സുനിൽ തൻ്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഈ ഓണക്കാലത്തെയും കൂടുതൽ വർണ്ണാഭമാക്കുകയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി സുനിലിയേട്ടൻ്റെ ഈ പൂന്തോട്ടം. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. മാതാ അമൃതാനന്ദമയി മഠം അമൃതപുരി ആശ്രമത്തിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചു. അമൃതപുരിയിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സെപ്റ്റംബർ 6 വരെയാണ് ഗണേശോത്സവം. ആശ്രമത്തിലെ പ്രധാന ഹാളിലെ വേദിയിൽ ഭദ്രദീപം കൊളുത്തി സ്വാമി തുര്യാമൃതാനന്ദപുരി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ഗജപൂജയും ആശ്രമത്തിലെ കളരിയിൽ ഗണേശ പൂജയും നടന്നു. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ആശ്രമത്തിൽ നടന്ന ഭജനയിൽ ആശ്രമത്തിലെ സന്യാസിമാരും സന്യാസിനിമാരും മറ്റ് ആശ്രമ അന്തേവാസികളും ഭക്തരും പങ്കെടുത്തു. ആഘോഷം അവസാനിക്കുന്ന 6-ാം തീയതി വൈകിട്ട് ഗണേശ വിഗ്രഹം ആഘോഷപൂർവ്വം കടലിൽ നിമജ്ജനം ചെയ്യും. അമൃതപുരിയിൽ നിന്നുള്ള വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കൊപ്പം അമൃത വിശ്വവിദ്യാപീഠം, അമൃതപുരി ആശ്രമം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ഭാഗമാകും. ആഘോഷങ്ങൾ നടക്കുന്ന എല്ലാ ദിവസവും അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഭജനയും ഉണ്ടായിരിക്കും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ. മറ്റ് ലീഗുകളിൽ കളിക്കും. നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായിരുന്നു അശ്വിൻ കളിച്ചിരുന്നത്. പിന്തുണ നൽകിയ ഫ്രാഞ്ചൈസിക്കും BCCIക്കും അശ്വിൻ നന്ദി പറഞ്ഞു. റൈസിംഗ് പൂനെ സൂപ്പർ ജയന്റ്, ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ് എന്നിവയ്ക്കും കളിച്ചു. കിങ്സ് 11 പഞ്ചാബിന്റെ നായകനുമായിരുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.